IPL മത്സരത്തിൻ്റെ ആരവത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം കടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇനി ആരാധകർ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ടീമുകളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ്. കാരണം അവരുടെ പഴയകാല ചരിത്രവും നിലവിലെ സാധ്യതകളും വെച്ച് ഒരു ഏറ്റവും ശക്തമായ ടീമാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെ റിക്കി പോണ്ടിങ് ഉൾപ്പെടെ കളിച്ചൊരു വലിയൊരു ടീമാണ്. അന്നത്തെ ടീമിൽ നിന്ന് ഒത്തിരി താരങ്ങൾ മാറി ഇപ്പോൾ ഇന്നൊരു യുവനിര അടങ്ങുന്നൊരു ടീമാണ്. രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള താരങ്ങളാണ് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ പോലുള്ള സൂപ്പർ താരങ്ങൾ ഇപ്പോഴും മുംബൈ ടീമിലുണ്ട്. ഇത്തവണത്തെ മുംബൈ ടീമിൻ്റെ അവസ്ഥ എന്തായിരിക്കും, സാധ്യതകൾ എന്തായിരിക്കും? കാരണം കഴിഞ്ഞ വർഷം അവരുടെ നില പരിതാപകരമായിരുന്നു. കഴിഞ്ഞ വർഷവും നല്ല മികച്ച ടീം തന്നെയായിരുന്നു. മുംബൈ എക്കാലത്തും ഏറ്റവും മികച്ച താരങ്ങളെ ടീമിലെത്തിക്കുകയും കളത്തിലിറക്കുകയും ചെയ്യുന്ന ടീമാണ്. പക്ഷേ കഴിഞ്ഞ വർഷം 10ാം സ്ഥാനം, ഏറ്റവും അവസ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അത് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി മാറ്റിയ ശേഷമുള്ള ആദ്യത്തെ ടൂർണമെൻ്റ് ആയിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ മുംബൈ ഇറങ്ങിയത്. പ്രതീക്ഷ പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അത് ടീമിൻ്റെ ഉള്ളിലെ പല പ്രശ്നങ്ങളും നമ്മൾക്ക് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. താരങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ചർച്ചയായി. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള ശേഷം നടന്ന T20 ലോകകപ്പിൽ ഇരു താരങ്ങളും ഒരുമിച്ച് ഇറങ്ങുന്നതൊക്കെ നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ ലേലത്തിൽ, മെഗാലേലത്തിന് മുമ്പ് കാര്യമായ മാറ്റങ്ങളില്ലാതെ വന്നൊരു ടീമാണ്. പറയുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ, രോഹിത് ശർമ്മ, ബൂംറ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ആ 5 താരങ്ങൾ അവിടെ തന്നെ ഉണ്ട്. പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ നിലനിർത്തിയിട്ടാണ് ലേലത്തിലേക്ക് പോയത്. അപ്പോൾ ഈ പറഞ്ഞ താരങ്ങൾ തന്നെയാണ്, ഈ താരങ്ങൾ തന്നെയാണ് മുംബൈയുടെ ഏറ്റവും വലിയ ശക്തി. അപ്പം അതിലേക്ക് കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് ബോൾട്ടൊക്കെ ഇനിയിപ്പോൾ എത്രത്തോളം മികച്ച പ്രകടനം പുറത്തെടുക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇതിൽ പറയുമ്പോൾ തന്നെ ചില ആശങ്കകൾ ബാക്കിയുണ്ട്. അത് ബൂംറ തന്നെയാണ്. എക്കാലത്ത് മുംബൈയുടെ മികച്ച ബോളർ ബൂംറ തന്നെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പരിക്കിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തിന് ആദ്യത്തെ മത്സരങ്ങളിൽ നഷ്ടമാകുന്ന റിപ്പോർട്ട് വരുന്നു. ചിലപ്പം IPL തന്നെ പരിക്ക് ഗുരുതരമാകാതിരിക്കാൻ IPL തന്നെ ഉപേക്ഷിക്കുന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പം വരുന്നുണ്ട്. അതിൻ്റെ ഫൈനലായിട്ടുള്ള റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് മാത്രം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പം പേസ് ബോളിംഗ് നിരക്കാൻ ബോൾട്ടായിരിക്കും, ദീപക് ചാറായിരിക്കും ഒപ്പം ഉണ്ടാവുക. അപ്പം ഏത് താരങ്ങളുണ്ടെങ്കിലും ബൂംറ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു അഭാവം ആ ടീമിനെ ബാധിക്കുന്ന ഉറപ്പാണ്. ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കറിയാം T20ക്ക് പറ്റിയ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരെ ഇറക്കുന്നതാണ്. ഇഷാൻ കിഷൻ ഇല്ല. ആ ഒരു വിഷമം മുംബൈ ആരാധകർക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷേ എങ്കിലും അതിനെ മറികടക്കാൻ പറ്റിയ താരങ്ങളൊക്കെ ടീമിൽ, സ്ക്വാഡിലുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷം പറ്റിയതുപോലെ വീണ്ടും പറ്റുമെന്നറിയില്ല. ഇപ്പം മാർച്ച് 23-ന് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് ആദ്യത്തെ മത്സരം. ഈ ഒരു നാണക്കേടിൻ്റെ ഇതും കൂടെ തീർക്കേണ്ടതുണ്ട്. 2013 ശേഷം ഇതുവരെ ഓപ്പണിംഗ് മാച്ചിൽ മുംബൈക്ക് ജയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ദൈവത്തിൻ്റെ പുറകിൽ തോറ്റു തുടങ്ങും എന്ന് നമുക്ക് പറഞ്ഞിരിക്കാമെങ്കിലും ആ റെക്കോർഡ് മാറ്റാൻ ഹാർദിക് പാണ്ഡ്യ കഴിയുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ മറികടക്കേണ്ടതുണ്ട്. പിന്നെ വേറൊരു കാര്യം മുംബൈ ആരാധകർ പറയുന്നത്, 2020 ശേഷം ഇവർ കപ്പ് കിട്ടിയില്ലെന്ന് അറിയാലോ. 20 ഏറ്റവും അവസാനം കിട്ടിയത്. അതിന് മുമ്പ് കിട്ടിയ ഈ 5 കിട്ടിയ കപ്പുകളൊക്കെ ഒറ്റയക്കത്തിൽ വരുന്ന ഇതായിരുന്നു. അതിന് മുന്നേ നടന്ന കപ്പുകളൊക്കെ കിട്ടിയത്. ഈ വർഷങ്ങൾ പറയുകയാണെങ്കിൽ 2013, 2015, 2017, 2019 2 വർഷങ്ങളുടെ ഗ്യാപ്പിലായിരുന്നു ആ കപ്പുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2025-ലും ആ കപ്പുകൾ വീണ്ടും കിട്ടും, ഒറ്റയക്കത്തിൽ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അപ്പം അതൊക്കെ ഈ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഈ സ്ക്വാഡിനെ എത്രത്തോളം നടക്കുമെന്നത്. ആദ്യത്തെ മത്സരത്തിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കളിക്കില്ല, അദ്ദേഹത്തിന് വിലക്കാണല്ലോ. കഴിഞ്ഞ മത്സരത്തിൽ ലക്നൗ സീസണിൽ ലക്നൗവായിട്ടുള്ള സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഹാർദിക് വരുമോ അതോ സൂര്യകുമാർ ആയിരിക്കും സാധ്യത? ഹാർദിക് കളിക്കില്ല. സൂര്യകുമാർ ആയിരിക്കുമ്പോൾ രോഹിത് ആയിരിക്കും ചർച്ച വരുന്നത്. അത് എനിക്ക് തോന്നുന്നത് സൂര്യകുമാർ യാദവ് ആയിരിക്കും. കാരണം രോഹിത്തിനെ വീണ്ടും ഒരു ക്യാപ്റ്റൻസിയിലേക്ക് വീണ്ടും മുംബൈ അതിൽ 2 പ്രശ്നങ്ങളാണ് ഞാൻ കാണുന്നത്. രോഹിത് നയിക്കാൻ വേണ്ടി വന്ന് ആദ്യ മത്സരം പരാജയപ്പെട്ടാൽ അത് രോഹിത്തിനുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ ആദ്യ മത്സരം തോൽക്കുന്ന ടീമാണ്. 2, രോഹിത് ജയിപ്പിച്ചു, അടുത്ത മത്സരം ഇറങ്ങുമ്പോൾ ഹാർദിക്കിന് വീണ്ടും സമ്മർദ്ദമാവും എന്ന് പറഞ്ഞാൽ ആരാധകർക്കുള്ള പ്രശ്നങ്ങൾ. ആ മത്സരത്തിൽ മുംബൈ തോറ്റിട്ടുണ്ടെങ്കിൽ വീണ്ടും രോഹിത്തിനായി മുറവിളി വരും, ഒരു അനാവശ്യ ചർച്ചകൾക്കും വിവാദങ്ങളിലേക്കും പോകും. ആദ്യ മത്സരത്തിൽ എന്തായാലും രോഹിത് നയിക്കാൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും വിലയിരുത്തപ്പെടും, കയ്യടികൾക്കും വിമർശനങ്ങൾക്കും എല്ലാം വിധേയമാവും. അതിനുശേഷം വരുന്ന ഹാർദിക് പാണ്ഡ്യയുടെ സമ്മർദ്ദം വീണ്ടും കൂട്ടുകയുള്ളൂ. കഴിഞ്ഞ സീസണിൽ നമുക്കറിയായിരുന്നു രോഹിത്തിനെ മാറ്റിയിട്ട് ഹാർദിക് ക്യാപ്റ്റൻ നയിക്കാൻ വരുമ്പം വലിയ സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തില്ല പറഞ്ഞാലും എന്ത് പ്രശ്നങ്ങൾ പറഞ്ഞാലും ഹാർദിക് വലിയൊരു സമ്മർദ്ദത്തിലാണ് കടന്നുപോയത്. കാരണം രോഹിത്തിന് പകരം അവിടെ വരുമ്പോൾ രോഹിത്തിൻ്റെ ഫീൽഡിങ്ങിൽ ലൈനിലേക്ക് നിർത്തുമ്പോഴൊക്കെ കൂവി വിളിക്കുന്നത്, ഹാർദിക്കിനെ കൂവി വിളിക്കുമായിരുന്നു മുംബൈ ആരാധകർ. ഒരു താരത്തോട്, ഒരു നായകനോടല്ല, ഒരു താരത്തോട് ചെയ്യുന്ന ഏറ്റവും മോശമായ രീതിയിലായിരുന്നു മുംബൈ ആരാധകർ തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിന് ആ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നേരിടേണ്ടത്, അഭിമുഖീകരിക്കേണ്ടുന്നത്. അതിനുശേഷം കിരീടം T20 കിരീടമായിട്ട് വന്നപ്പോഴാണ് ആ കയ്യടി നമുക്ക് ഒരു കാവ്യനിധി പോലെ ഹാർദിക്കിന് കിട്ടിയത്. അപ്പം ഇപ്രാവശ്യം വീണ്ടും രോഹിത്തിനെ വീണ്ടും നായകനാക്കി, ആദ്യ മത്സരം നായകനാക്കി, വീണ്ടും 2ാം മത്സരം തൊട്ട് ഹാർദിക്കിന് നായകൻ തിരിച്ചു വരുമ്പോൾ പ്രശ്നം ഒരു അനാവശ്യ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും പോകും. അതിന് മാനേജ്മെൻറ്റ് തയ്യാറൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യൻ ടീമിൻ്റെ നായകൻ സൂര്യകുമാർ, T20 ടീമിൻ്റെ നായകൻ സൂര്യകുമാർ യാദവ് സ്ക്വാഡിലുണ്ട്. അദ്ദേഹത്തിന് നായകനാക്കിയാൽ ആ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന സമ്മർദ്ദത്തിൻ്റെ മറ്റു പ്രശ്നം, അവിടെയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സൂര്യകുമാർ യാദവിന് കീഴിൽ വിജയിച്ച് കഴിഞ്ഞ് പിന്നെ ഹാർദിക് പാണ്ഡ്യ വരുമ്പോഴേക്ക് വീണ്ടും പ്രശ്നമായാൽ ആരാധകരുടെ പ്രശ്നമാണ്. ഇത് പറഞ്ഞത് ആ ടീമിന് ജയ തോൽവി ഒരു ക്യാപ്റ്റന് കീഴിൽ ഒരു മത്സരമൊന്നും ഒരു തരത്തിലും വിലയിരുത്തപ്പെടേണ്ടതല്ല, ഒരു വിലയിരുത്തലും അതിനെക്കൊണ്ട് ആവുകയും ചെയ്യില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാർദിക് അനുഭവിച്ചത് കണ്ടതാണ്. അതുകൊണ്ട് മാത്രം പറയുകയാണ്, ആ ഒരു രീതിയിലേക്ക് ചർച്ചകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി രോഹിത്തിന് പകരം സൂര്യകുമാർ യാദവ് തന്നെ ആയിരിക്കും നയിക്കുക. അതിന് കീഴിൽ സൂര്യക്ക് കീഴിൽ
രോഹിത് ശർമ്മ കളിച്ചേക്കും. ഹാർദിക്കിന് കീഴിൽ അടുത്ത മത്സരത്തോട്ട് കളിക്കുന്ന പോലെ. നമ്മൾ ബാറ്റിംഗ് ഓർഡറിലോട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പണിങ്ങിലോട്ട് വരുവാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പണ്ടറായിട്ട് വരിക റയാൻ റിക്കിൾട്ടൺ ആയിരിക്കും സ്വാഭാവികമായിട്ട് വരിക. റിക്കിൾട്ടൺ ഇല്ലെങ്കിൽ മാത്രം അല്ലെങ്കിൽ ജാക്സ് വരിക. അപ്പോൾ ബാറ്റിംഗ് ഓർഡറിലോട്ട് വരുമ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ സംഭവിക്കും? ഈ ബാറ്റിംഗ് ഓർഡർ നമ്മൾ പറയുമ്പോൾ മുംബൈയുടെ ഒരു ബാറ്റിംഗ് ഓർഡർ എന്ന് മനസ്സിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ്മ വരുന്ന ചിത്രം രോഹിത് ശർമ്മയും ഇഷാൻ കിഷനുമായിരുന്നു. ഒരു ഇഷാനിൽ ഇപ്പോൾ ഇല്ല. അപ്പം പറഞ്ഞ 2 ഓപ്ഷനാണ് റിക്കിൾട്ടണും വിൽ ജാക്സും വരുന്നത്. മുംബൈയുടെ കീപ്പർ പിന്നെ കിഷന് പകരം വരുന്നത് എനിക്ക് തോന്നുന്നു റിക്കിൾട്ടണിനായിരിക്കും കീപ്പിംഗ് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹം തന്നെയായിരിക്കും ടീമിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് രോഹിത് ശർമ്മക്കൊപ്പം ഇന്നിങ്സ് തുറക്കുന്നത്. അതിനുശേഷം പിന്നെ 1 ഡൗണിലേക്ക് തിലക് വർമ്മ വന്നേക്കാം എന്നാണ് കരുതുന്നത്. കാരണം ദേശീയ ടീമിൽ ഇപ്പോൾ 1 ഡൗണായിട്ട് തിലക് വർമ്മ കളിക്കുന്നതും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന നമ്മൾ കണ്ടാണ്. അദ്ദേഹം മികച്ച ഫോമിലാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകൾ കണ്ടാണ്. അപ്പം 1 ഡൗൺ സ്പോട്ടിലേക്ക് തിലക് വർമ്മ കളിച്ചേക്കാം. 2nd ഡൗണായിട്ട് സൂര്യകുമാർ യാദവ് തന്നെ ഇറങ്ങിയേക്കാം. ആ ഒരു സ്ട്രെങ്ത് ആ ഓർഡറിൽ തന്നെ വരും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. പിന്നെ വരുന്ന താരങ്ങൾ നമുക്കറിയാം ബാറ്റിംഗ് ഓർഡർ എല്ലാ സ്ഫോടനാത്മക ശേഷിയുള്ള T20ക്ക് പറ്റിയ താരങ്ങൾ തന്നെയാണ്. മുംബൈയുടെ എക്കാലത്തെയും സ്ട്രെങ്ത് തന്നെയാണ്. അപ്പം ബാറ്റിംഗ് കാര്യത്തിൽ വലിയ ആശങ്കകളൊന്നും വരുന്നില്ല. ഈ പറഞ്ഞ പോലെ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും മികച്ച ഫോം. സൂര്യകുമാർ യാദവ് T20 ക്രിക്കറ്റിലെ ഫോം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമുക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഫോമിൽ തന്നെയാണ്, സംശയമില്ല. T20യുടെ താരം തന്നെയാണ്. മിസ്റ്റർ 360 എന്ന് പറയുന്ന താരം തന്നെയാണ്. രോഹിത് ശർമ്മ ഇപ്പം ഈ കഴിഞ്ഞ ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉൾപ്പെടെ ഫോമിലാണെന്ന് കാണിച്ചിട്ടുണ്ട്. അത് ഷോർട്ട് ഫോം ക്രിക്കറ്റിൽ വരുമ്പോഴേക്കും അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. T20 ലോകകപ്പിൽ നിർത്തിയെടുക്കുന്നുണ്ടെ രോഹിത് ശർമ്മയും തുടങ്ങിയേക്കാം. അപ്പം ബാറ്റിംഗ് ഓർഡറിൽ റിക്കിൾട്ടൺ ആയാലും വിൽ ജാക്സ് ആയാലും ആരായാലും വരുന്നെങ്കിലും ആ റോളുകളൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. 5ാം നമ്പറിലായിരിക്കും എനിക്ക് തോന്നുന്നു ഹാർദിക് കളിക്കുന്നത്. അവിടെ ഒരു പിന്നെ ഫിനിഷറുടെ റോള് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി തരാണ് ഹാർദിക് പാണ്ഡ്യ. അപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് തന്നെ മുന്നോട്ട് പോയേക്കാം. ഈ ബൗളിങ്ങിലോട്ട് വരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുംറ ആദ്യ മത്സരങ്ങളിൽ കളിക്കുന്നില്ലെങ്കിൽ ആണ് ഒരു പ്രശ്നം വരുന്നത്. സ്വാഭാവികമായിട്ടും ബുംറ ബോൾട്ടുമാണ് അവരുടെ ബോളിംഗ് ഓപ്ഷനായിട്ട് ഓപ്പണിംഗ് വരിക. അപ്പോൾ ഈ ബുംറ കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെയുള്ളത് ദീപക് ചഹറിനാണ്. ദീപക് ചഹറിനേക്കും ഉറപ്പാണ്. ട്രെന്റ് ബോൾട്ടും ദീപക് ചഹറേക്കും ബുംറയ്ക്ക് പകരമായിട്ട് പിന്നെ ആദ്യ ബോൾ എടുക്കുന്ന താരങ്ങൾ രണ്ടുപേരും ട്രെന്റ് ബോൾട്ട് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. അദ്ദേഹം പിന്നെ ഏത് ഫോം ക്രിക്കറ്റിലായാലും മികച്ച ബോളർ തന്നെയാണ് ഷോർട്ട് ഫോം ക്രിക്കറ്റിൽ. അപ്പം മുംബൈ ബുംറയുടെ അഭാവത്തിൽ ബോളിംഗ് നയിക്കുക, ബോൾട്ട് നയിക്കുക, ചാഹർ കൂടി ചേരുമ്പം ശക്തി ചോരുന്നൊന്നുമില്ല. പക്ഷേ എങ്കിലും എന്തൊക്കെ പറയുമ്പോഴും ബുംറയുടെ വിടവ് അവിടെ ഉണ്ടാവും. അത് ആദ്യത്തെ മത്സരങ്ങളിൽ അദ്ദേഹം പിന്നെ കളിക്കുമോ എന്നുള്ളത് പിന്നെ കാത്തിരുന്ന് അറിയേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ടോപ്ലി ഉണ്ട്. പിന്നെ അർജുൻ ടെണ്ടുൽക്കർ കളിക്കുമല്ലോ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അർജുൻ ടെണ്ടുൽക്കർ കളിച്ചേക്കാം. അദ്ദേഹം കളിക്കാറുണ്ട്. പിന്നെ ആദ്യ മത്സരങ്ങൾ കഴിഞ്ഞാൽ കളിപ്പിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ബൂമർക്ക് പകരക്കാരായിട്ട് ആരും ഇവരെ കൊണ്ടൊന്നും ആവില്ല. ഈ പറഞ്ഞ താരങ്ങൾക്കൊന്നും ബൂമറയുടെ നിഴലാവാൻ പോലും പറ്റില്ല. എങ്കിലും കൂടി താരങ്ങളുണ്ട്. പിന്നെ ബോളിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് സ്പിന്നർമാരായിട്ട് കരൺ ശർമ്മയുണ്ട്, സാൻഡർ ഉണ്ട്. താരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ബോളിങ്ങിലും വലിയ പ്രശ്നങ്ങളില്ല. ഹാർദിക് പാണ്ഡ്യയിൽ നിരവധി ഓപ്ഷനുകളുണ്ട്. അത് വിനിയോഗിക്കാൻ വേണ്ടി പ്രശ്നമൊന്നും വരുന്നില്ല. ഈ തവണ പിന്നെ ഒരു തവണ ചിലപ്പോൾ രോഹിത് ശർമ്മയുടെ IPL കരിയറിലെ തന്നെ ഏറ്റവും ക്രൂഷ്യലായിട്ടൊരു സിറ്റുവേഷനാണ്. കാരണം എത്രത്തോളം ഇനി ഇന്ത്യൻ ടീമിന് ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുമെന്ന് നമുക്ക് വ്യക്തമല്ല. അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തേണ്ട കാരണമാണ്. ഇനി പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഇനി IPL മാത്രമേ അദ്ദേഹത്തിന് വലിയ ഇന്നിങ്സുകൾ വലിയ കാര്യങ്ങൾ നേടാനുള്ളൂ. കാരണം ചാമ്പ്യൻസ് ട്രോഫി T20 ലോകകപ്പ് നേടിയ ക്യാപ്റ്റനാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു തികഞ്ഞ ക്യാപ്റ്റനായിട്ട് IPL കളിക്കാൻ വരികയാണ്. പക്ഷേ ഇതുവരെ വന്ന ഒരു സീസൺ പോലെ ആയിരിക്കില്ല IPL ഈ രോഹിത്തിനെ സംബന്ധിച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തവണ രോഹിത്ത് കൂടുതൽ ഫ്രീ ആയിട്ട് കളിക്കാൻ സാധ്യതയാണ് വരുന്നത്. കാരണം വെച്ചാൽ ക്യാപ്റ്റൻ്റെ ഒരു സമ്മർദ്ദമില്ല, ഒന്നുമില്ല. സീസണിൽ നമ്മൾ കണ്ടാണ്. കാരണം സമ്മർദ്ദത്തിന് ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ T20 ക്രിക്കറ്റിൽ നിന്ന് രോഹിത് വിരമിച്ച് കഴിഞ്ഞു. ഇപ്പം രോഹിത് T20 മാറ്റി വീശുന്നത് നമുക്ക് IPL മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഇത് കൂടി ഉണ്ട്. IPL-ലേക്ക് അദ്ദേഹം പിന്നെ രോഹിത്തിൻ്റെ ബാറ്റിംഗ് നമുക്ക് T20 പറ്റിയൊരു താരമാണ്. ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് റൺ വരുന്നത് നമുക്കറിയാം. ഒന്നും നോക്കാതെ കണ്ട് പിന്നെ കളിക്കുന്ന താരമാണ് അദ്ദേഹം. ഗ്രീസിൽ എത്ര ഓവർ നിൽക്കുന്നു, എതിർ ടീമിന് അത്രത്തോളം പിന്നെ പേടിക്കണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെന്നൈക്കെതിരെ മത്സരത്തിൽ പോലും മുംബൈ തോറ്റു കിടക്കുന്ന മത്സരമായിരിക്കുമെന്ന് പിന്നെ ആരാധകർ പോലും പറയുന്ന മത്സരമാണ്. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നില്ല. എല്ലാ ചരിത്രങ്ങളും തിരുത്താനുള്ളതാണ്. ഈ പറഞ്ഞ പോലെ 2013 ശേഷം ഓപ്പണിംഗ് മാച്ചിൽ ജയിച്ചിട്ടുള്ള നല്ല വിമർശനങ്ങൾക്കൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ മികച്ച ടീമാണ്, നല്ല സ്ക്വാഡാണ് മുംബൈയിൽ വരുന്നത്. പക്ഷേ എത്രത്തോളം ഈ കഴിഞ്ഞ ടീമിനെ പറയുമ്പോഴും ടീമിന് എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ 8 കളിയിൽ പിന്നെ 4 മാത്രമേ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റിയുള്ളൂ. 10ാം സ്ഥാനത്ത് കളി അവസാനിപ്പിക്കേണ്ടി വന്ന ടീമാണ്. ഏറ്റവും മികച്ചൊരു ഫ്രാഞ്ചൈസി 5 കിരീടം നേടിയ ടീം. ഇപ്രാവശ്യം അത് അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ.